ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജുമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 8 ബേസിക് സയൻസ് ചാപ്റ്റർ 2 തന്നെ അടുത്തൊരു ടോപ്പിക്കാണ് ഫോഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ആദ്യം തന്നെ നമുക്കൊരു പിക്ക് തന്നിട്ടുണ്ട് പേജ് നമ്പർ 29 2.10. ഈ 2.10 അകത്ത് 4 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഒരു ട്രോളി വലിക്കുന്നത്, ഒരാൾ കാറ് തള്ളുന്നത്, ഒരാൾ ഒരു ചുവരാണെന്ന് തോന്നുന്നു ചുവര് തള്ളുന്നത്, ഒരാൾ ഒരു ടേബിൾ വലിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണുന്നത് എന്തൊക്കെയാണ്? പുഷ് അല്ലെങ്കിൽ പുള്ളാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഒരാൾ പുഷ് ചെയ്യുന്നു അല്ലെങ്കിൽ പുള്ള് ചെയ്യുന്നു, ഇതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു പുഷ് ഒരു പുള്ളെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്ത് പ്രയോഗിക്കുന്നുണ്ട്? ബലം, അല്ലേ? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫോഴ്സ് അഥവാ ബലം നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഈ ഒരു സമയങ്ങളിൽ മാത്രമാണോ നമ്മൾ ബലം പ്രയോഗിക്കുക? ഒരു പന്തെറിയുമ്പോൾ നമ്മൾ ബലം പ്രയോഗിക്കാറുണ്ടോ? ഒരു പന്തെറിയുമ്പോൾ ഉണ്ട്. ചപ്പാത്തി പരത്തുമ്പോഴോ ബലം പ്രയോഗിക്കുന്നുണ്ട്, അല്ലേ? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ബോൾ കിക്ക് ചെയ്യുമ്പോഴോ, കാലുകൊണ്ട് നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഷട്ടിൽ കളിക്കുമ്പോൾ, അപ്പം നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണത്. അപ്പോൾ വാട്ട് ഈസ് ഫോഴ്സ് എന്താണ് എന്നാണ് നമ്മൾ ഈ ഒരു ഇതിൽ കൂടെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോഴ്സ് എന്താണ്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോഴ്സ് ഈസ് അപ്ലൈ ടു ചേഞ്ച് ദ ഷേപ്പ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ടു സ്റ്റോപ്പ് എ മൂവിങ് ഒബ്ജക്റ്റ്. ഒരു വസ്തുവിനെ രൂപം മാറ്റുന്നതിനും ഒരു വസ്തുവിനെ ചലനം കൊടുക്കുന്നതിനും ഒരു ചലിക്കുന്ന വസ്തുവിനെ ചലനം നിർത്തുന്നതിനും സ്റ്റോപ്പ് ചെയ്യുന്നതിനും ഫോഴ്സ് നമ്മൾ ഉപയോഗിക്കും, ഇല്ലേ? ഒരു പന്ത് നമ്മുടെ അടുത്ത് നേരെ തെറിച്ച് വരികയാണെങ്കിൽ നമ്മൾ ആ പന്തിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാറുണ്ടല്ലോ. പിടിച്ചു നിർത്തുമ്പോൾ ആ പന്തിൻ്റെ മോഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാറുണ്ടല്ലോ. അതേപോലെ ഷട്ടിൽ പറന്ന് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ച് ബാറ്റ് കൊണ്ട് അതിനെ നോക്ക് ചെയ്യുമ്പോൾ ആ ഷട്ടിൽ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യും, വന്ന വരവ് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് പറക്കും, അല്ലേ? അതുപോലെ ഒരു ചപ്പാത്തി പരത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പന്തിൽ കാറ്റ് നിറക്കുമ്പോൾ എന്തൊക്കെ ഓരോ കാര്യങ്ങൾ, ബലൂണിൽ കാറ്റ് നിറക്കുമ്പോൾ അപ്പം നമ്മൾ എന്താ ചെയ്യണം? അതിൻ്റെ ഷേപ്പിന് മാറ്റം വരുത്തണം. ആ കാറ്റ്, വിൻഡിനും ഒരു ഫോഴ്സ് ഉണ്ട്. നമ്മൾ കാറ്റ് നിറക്കുമ്പോൾ ആ വിൻഡിനും ഒരു ഫോഴ്സ് ഉണ്ട്, അല്ലേ? അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഒന്നെങ്കിൽ അതിൻ്റെ സ്ഥാനം മാറ്റുന്നതിനോ ചലിക്കുന്ന സാധനം നിർത്തുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറ്റുന്നതിനോ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നൗ റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ്. ഇൻ ഓൾ ദ സിറ്റുവേഷൻസ് ഷോൺ എബവ്, ഫോഴ്സ് ഈസ് അപ്ലൈഡ് ത്രൂ direct contact with the object. Is it necessary to have a direct contact in all the cases? ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണത്, അല്ലേ? ഏതൊരു പ്രവൃത്തി, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏത് പ്രവൃത്തിയിലാണെങ്കിലും നമ്മളുടെ ഒരു സാന്നിധ്യം, നമ്മളവിടെ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. സോ വാട്ട് ഈസ് ഫോഴ്സ് എന്നുള്ളതിൻ്റെ ആൻസർ, എ പുഷ് ഓർ പുൾ ദാറ്റ് ക്യാൻ change the shape and direction of the object and to stop a moving object is called force. ഒരു പുള്ള് ഓർ പുഷ്, ഒരു തള്ളലോ അല്ലെങ്കിൽ ഒരു വലിയോ, ആ തള്ളും വലിയും കാരണം എന്തൊക്കെ സംഭവിക്കാം? ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് മാറ്റം വരുത്താം, ഒബ്ജക്റ്റിനെ നമുക്ക് അനക്കാം, ചലിപ്പിക്കാം, ചലിക്കുന്ന ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാം? ചലനം നിർത്തിക്കാം. ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു പുള്ളോ പുഷിനോ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് അടുത്തത് വന്നിട്ടുള്ളത്. ഇതിനകത്തൊരു 2.12 എന്ന് പറഞ്ഞ ഫിഗറിനകത്ത് നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യത്തെ പിക്ചർ എന്താണ്? ഒരു മാഗ്നറ്റ് പിന്നിനെ അട്രാക്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ പിക്ചർ. രണ്ടാമത്തെ പിക്ചർ മാങ്ങ താഴെ വീഴുന്നതാണ്. മൂന്നാമത്തെ പിക്ചർ ഒരു ആമറും കൊണ്ട് ഒരു ആണി അടിക്കുന്നതാണ്. ഇനി നാലാമത്തെ പിക്ചർ ഒരു കാറ്റിൻ്റെ ഒരു പിക്ചറാണ്. മരങ്ങളൊക്കെ ഇങ്ങനെ കാറ്റിൽ ആടി ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് നിൽക്കുന്നൊരു പിക്ചർ. നാലാമത്തെ പിക്ചർ ഒരു ആള് നീന്തുന്ന പിക്ചറാണ്. ഇനി ഐഡൻറ്റിഫൈ വെദർ ദ ഫോഴ്സ് അപ്ലൈഡ് ഇൻ ഈച്ച് കേസ് ഈസ് എ കോണ്ടാക്ട് ഓർ എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഇപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ പിക്ചേഴ്സിൻ്റെയും ഫോഴ്സ് എന്താണെന്ന് നമ്മൾ എഴുതാൻ പോവാണ്. ഫസ്റ്റ് വൺ മാംഗോ ഫോളിങ് ഡൗൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് മാങ്ങ താഴത്തേക്ക് വീഴുമ്പോൾ അത് ഗുരുത്വാകർഷണ ബലമാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് അവിടെ വരുന്നത്, എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതൊരു കോണ്ടാക്റ്റ് ഇല്ലാത്ത ഫോഴ്സാണ്. നമുക്ക് ആ ബലം പ്രയോഗിക്കുന്ന ആളെയോ ആ ബലം പ്രയോഗിക്കുന്നതോ ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? മാങ്ങ താഴേക്ക് വീഴുന്നത് മാത്രമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് കോണ്ടാക്റ്റ് ഇല്ല.
ഒരു ടച്ചോ അല്ലെങ്കിൽ ഒരു ഫീലിങ്ങോ ഇല്ലാത്തൊരു ഫോഴ്സാണ്, നമുക്ക് കാണാൻ പറ്റാത്തൊരു ഫോഴ്സാണ്. താഴത്തേക്ക് വീഴുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ആ ഫോഴ്സ് നമ്മൾ കാണുന്നില്ല, ബലം നമ്മൾ കൊടുക്കുന്നതോ ഒന്നും കാണുന്നില്ല. ലീവ്സ് സേവിങ് ഇൻ ദ വിൻഡ്. അടുത്തത് വന്നിട്ടുള്ളത് ലീവ്സാണ്. ലീവ്സ് ഇങ്ങനെ ആ ഇലകളൊക്കെ ആടുന്നു കാറ്റിൽ, ശക്തമായ കാറ്റിൽ ആടുന്നു. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഓഫ് വിൻഡാണ്, വിൻഡിൻ്റെ ഫോഴ്സാണ്, കാറ്റിൻ്റെ ഒരു ബലമാണ് ഇവിടെ കാണുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റും അല്ലേ, ആ വിൻഡ് വന്ന് ആ ഒബ്ജക്റ്റിനെ ഷെയ്ക്ക് ചെയ്യണതും എല്ലാം നമുക്ക് ആ ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അതൊരു കോണ്ടാക്റ്റ് ഉള്ളപ്പോഴാണ് ആ ഫോഴ്സ് വരുന്നത്. കാറ്റ് വന്ന് ആ മരങ്ങളിൽ അടിച്ചത് കൊണ്ട് മാത്രമാണ്, അടിക്കുന്നത് കൊണ്ടാണ്, ടച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മരങ്ങൾ അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഇത് കോണ്ടാക്റ്റ് ഉണ്ട്. ഹിറ്റ് എ നെയിൽ വിത്ത് ഹാമർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആണി അടിക്കുകയാണ്. ആണി അടിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മസിൽസിൻ്റെ ഫോഴ്സ് നേരെ ആമറിലേക്ക് പോകുന്നു. ആമറിൽ അപ്പോൾ ആ ഫോഴ്സ് ആമറിൽ അപ്ലൈ ആയി, ആമർ വന്നിട്ട് ആണിയിലടിക്കുമ്പോഴത്തേക്കും ആണി ഉള്ളിലേക്ക് കയറിപ്പോകുന്നു. അതിലും കോണ്ടാക്റ്റ് ഉണ്ട്. കാരണം ഈ മസ്കുലർ ഫോഴ്സ് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ പോലും മസ്കുലർ ഫോഴ്സ് കൊണ്ടിട്ടാണ് ഈ ആമറിൽ പ്രയോഗിക്കുന്നത്, ആമർ വന്നിട്ട് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കോണ്ടാക്റ്റ് ഫോഴ്സാണ്. ആമർ അവിടെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിൻ അട്രാക്റ്റീവ് മാഗ്നറ്റ് ആണ് നെക്സ്റ്റ് വന്നിട്ട്. അത് മാഗ്നറ്റിക് ഫോഴ്സാണ്. ഇതൊരു നോൺ കോണ്ടാക്റ്റ് ഫോഴ്സാണ്. ഇതിനകത്ത് നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. മാഗ്നറ്റ് ഈ പിന്നിലേക്ക് ചെലുത്തുന്ന ആ ഫോഴ്സ് നമുക്ക് ഫീൽ ആകുന്നില്ല. അത് ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചാൽ തന്നെ ഈ മാഗ്നറ്റിക് ഫോഴ്സ് അവിടെ അപ്ലൈ ആകും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രഭാവം കൊണ്ട് മാത്രമാണ് പിൻ അട്രാക്റ്റ് ആകുന്നത്, മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അത് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സാണ്. അപ്പോൾ ആസ് ആൻഡ് സ്വിമ്മിങ്, ഒരാൾ സ്വിം ചെയ്യുന്ന പിക്ചറാണ് നെക്സ്റ്റ് വൺ. അതിനകത്ത് മസ്കുലർ ഫോഴ്സ് ഉണ്ട്, ബോയൻറ്റ് ഫോഴ്സ് ഉണ്ട്, പിന്നെ വാട്ടർ ഈ മനുഷ്യനിൽ എക്സേർട്ട് ചെയ്യുന്നൊരു ഫോഴ്സ്, അതാണ് ബോയൻറ്റ് ഫോഴ്സ്, മേലെ നിന്ന് ഇങ്ങനെ പുള്ള് ചെയ്യുന്നൊരു ഫോഴ്സ്. അപ്പോൾ ഇത് കോണ്ടാക്റ്റിൽ കൂടി വന്നതാണ്. അയാൾ വാട്ടറിൽ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോഴാണ് മുന്നോട്ട് പോകുന്നതല്ലോ. അപ്പോൾ അത് കോണ്ടാക്റ്റിൽ കൂടി വരുന്നൊരു ഫോഴ്സാണ്. ഓക്കെ, ഇനി ദ ഫോഴ്സ് എക്സ്പീരിയൻസ് വെൻ ഒബ്ജക്ട്സ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ഈസ് കോൾഡ് കോണ്ടാക്ട് ഫോഴ്സ്. രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അല്ലെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ വരുന്ന ഫോഴ്സാണ് കോണ്ടാക്ട് ഫോഴ്സ്. ദ ഫോഴ്സ് എഫക്റ്റ് വെൻ ദർ ഈസ് നോ കോണ്ടാക്ട് വിത്ത് ദ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. കോണ്ടാക്റ്റ് ഇല്ലാതെ വരുന്ന ഫോഴ്സസ് ആണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടൺ ആണ്. SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടൺ ആണ്. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ N. ക്യാപിറ്റൽ N ആണ് ആ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ, ന്യൂട്ടനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ ക്യാപിറ്റൽ ലെറ്റർ ഇസ് യൂസ് ബിക്കോസ് ഓഫ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ സയൻറ്റിസ്റ്റ് നെയിം. അപ്പോൾ ഇത് കണ്ടുപിടിച്ച സർ ഐസക് ന്യൂട്ടൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമായ N ആണ് നമ്മൾ ഈ ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ്. ഇനി നെക്സ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സാണ് നെക്സ്റ്റ്. യു മസ്റ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് എ ബോൾ റോളിംഗ് ഫ്രീലി ഓൺ എ ഗ്രൗണ്ട് ഗ്രാജുവലി കംസ് ടു റെസ്റ്റ്. വാട്ട് ഈസ് ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? ഇപ്പോൾ ഒരു ബോൾ കുറച്ച് ഉരുണ്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നിൽക്കും. അതെന്തുകൊണ്ടാണ് നിൽക്കുന്നത്? ലെറ്റ്സ് ട്രൈ ആൻ ആക്ടിവിറ്റി. ടേക്ക് എ വുഡൻ ബ്ലോക്ക് ആൻഡ് മേക്ക് വൺ സൈഡ് സ്മൂത്ത് ലീവിങ് ദ അതർ റഫ്. ഇപ്പോൾ ഒരു വുഡൻ ബ്ലോക്ക് എടുക്കുക, ഒരു സൈഡ് റഫും ഒരു സൈഡ് നല്ല സ്മൂത്തും ആക്കുക. സ്ലൈഡ് ഇറ്റ് സ്മൂത്ത് സർഫസ് ഡൗൺ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ വെക്കുക, ഒരു ചരിച്ചിട്ടുള്ളൊരു മരത്തിൻ്റെ കഷ്ണം തന്നെ ചരിച്ച് വെക്കുക. നമ്മൾ സ്മൂത്ത് ചെയ്തെടുത്ത ആ മരക്കഷ്ണം ഉണ്ടല്ലോ, ആ കഷ്ണം അതിൻ്റെ മേലെ കൂടി റോൾ ചെയ്യുക. അതിനകത്ത് പിക്ചർ തന്നിട്ടുണ്ട്, 2.14 ആണ് പിക്ചർ. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എന്ത് ഡിഫറൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്യണത്? മോർ ഫോഴ്സ് ഈസ് എഫക്റ്റഡ് അഗെയിൻസ്റ്റ് ദ മൂവ്മെൻറ്റ് ഓൺ ദ റഫ് സർഫസ്. റഫ് സർഫസിൽ കൂടുതൽ ബലം നമുക്ക് വേണ്ടി വരും, സ്മൂത്ത് സർഫസിൽ ബലം കുറവ് മതി. അപ്പോൾ ഈ റഫ് സർഫസിൽ നമ്മൾ കൂടുതൽ ബലം പ്രയോഗിക്കുമ്പോൾ അവിടെ വരുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, ആ രണ്ട് സർഫസും കൂടി ഉരച്ചിലുണ്ടാകുമ്പോൾ വരുന്ന ഫോഴ്സാണ് എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. യു ക്യാൻ സീ ദാറ്റ് സ്പീഡ് ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ഫ്രിക്ഷൻ. ഇപ്പോൾ ഫ്രിക്ഷൻ കൂടുമ്പോൾ എന്ത് കുറയും? സ്പീഡ് കുറയും. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ റഫ് സർഫസ് ആകുമ്പോൾ സ്പീഡിൽ പോവില്ല, പയ്യെ പോവുള്ളൂ. ഇപ്പോൾ ഫ്രിക്ഷൻ അവിടെ കൂടുതലായതുകൊണ്ടാണ് സ്പീഡ് കുറഞ്ഞത്. സ്മൂത്ത് സർഫസ് ആകുമ്പോൾ സ്പീഡിൽ പോകും, അപ്പോൾ ഫ്രിക്ഷൻ അവിടെ കുറവാണ്. When a surface moves or tries to move over another surface, a parallel force is produced between them against their relative motion. This is frictional force. ഇപ്പോൾ രണ്ട് പ്രതലങ്ങൾ തമ്മിൽ ഒന്നിൻ്റെ മേലെ ഒന്നായി മൂവ് ചെയ്യുമ്പോൾ
ഉരസുമ്പോൾ ആ ഒരു ഉരസലിൻ്റെ പാരലായിട്ട് തിരശ്ചീനമായിട്ട് എന്തുണ്ടാകും? വേറൊരു ഫോഴ്സ് വരും. അതിനെ ഒപ്പോസ് ചെയ്യണ ഒരു ഫോഴ്സ്, അതിന് അങ്ങനെ ഉരസാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബലം ഉണ്ടാകും. ആ ബലത്തിനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 പിക്ചർ തന്നിട്ടുണ്ട്. 2.15 ഒബ്സർവ് ദിസ് ആക്ടിവിറ്റി. സ്ലൈഡ് എ ഹെവി ബോക്സ് ഓൺ എ റഫ് സർഫസ്, ദെൻ മൂവ് ദ സെയിം ബോക്സ് ഓൺ എ ട്രോളി വിത്ത് ടയേഴ്സ്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒരു ബോക്സ് എടുത്തിട്ട് നിരക്കി കൊണ്ടുവരിക. രണ്ടാമത്തെ ഇതിനകത്ത് ആ ബോക്സിൻ്റെ അടിയിൽ 2 വീല് വെച്ചിട്ട് അതിനെ ഉരച്ചു കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ തമ്മിൽ എന്താണ് നമുക്ക് വ്യത്യാസം മനസ്സിലാവുന്നത്? നമ്മൾ വീല് വെച്ചതാണെങ്കിൽ വേഗത്തിൽ മൂവ് ചെയ്യാം, അധികം ബലം പ്രയോഗിക്കാതെ തന്നെ മൂവ് ചെയ്യാം. മറ്റേതിനകത്ത് നമ്മൾ നന്നായിട്ട് ബലം പ്രയോഗിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മോർ ഫ്രിക്ഷൻ ഒക്കേഴ്സ് വൈൽ സ്ലൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഫ്രിക്ഷൻ കൂടുമ്പോൾ നമ്മൾ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരും അത് ഉരച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫോഴ്സ് കൂടുതൽ, നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യേണ്ടത് കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഉരസലിന് വരുന്ന ഫോഴ്സിൻ്റെ പേരാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ ഫോഴ്സ്. ഇനി റോള് ചെയ്യുമ്പോൾ വരുന്ന ഫോഴ്സിൻ്റെ പേരാണ് റോളിംഗ് ഫ്രിക്ഷൻ. ഈ ടയേഴ്സ് റോള് ചെയ്യും, ഇപ്പോൾ റോള് ചെയ്യുന്ന ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ റോളിംഗ് ഫ്രിക്ഷൻ. ഇപ്പോൾ സ്ലൈഡിംഗ് ഫ്രിക്ഷനാണ് ഫോഴ്സ് കൂടുതൽ റോളിംഗ് ഫ്രിക്ഷനേക്കാളും. ഫ്രിക്ഷൻ ഇൻ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ്, എവിടേക്കാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് യൂസ് ചെയ്യുന്നത്? നെക്സ്റ്റ്, റബ് യുവർ പാം ടുഗെദർ, ഡു യു ഫീൽ ദ വാംത്ത്? കൈകൾ രണ്ടും കൂട്ടി ഉരസുക, നമുക്ക് എന്ത് അനുഭവപ്പെടും? ഒരു ചൂട് അനുഭവപ്പെടും അല്ലേ? ദ സെയിം തിങ് ഹാപ്പൻസ് വെൻ സ്ട്രൈക്കിംഗ് എ മാച്ച് സ്റ്റിക്ക് ആൻഡ് ലൈറ്റ്. ഒരു മാച്ച് സ്റ്റിക്ക് തീപ്പെട്ടിക്കൊള്ളി ഉരക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലൈറ്റർ കത്തിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഈ സെയിം ഫീലിംഗ് ഉണ്ടാകും. റൈറ്റ് ഡൗൺ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കൈ ഇങ്ങനെ ഉരക്കുമ്പോൾ ആ ഒരു ചൂട് വരുന്നത്? ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ. 2 പ്രതലങ്ങളും കൈയുടെ 2 കൈവിരൽ തമ്മിൽ ഉരക്കുമ്പോൾ 2 പ്രതലങ്ങൾ തമ്മിൽ കൂട്ടി ഉരസാണ്. 2 ഒബ്ജക്ട്സ് തമ്മിലിങ്ങനെ ഉരസല്ലേ? അപ്പോൾ എന്തുണ്ടാകും? അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു ഫോഴ്സ് ഉണ്ടാകും. ഈ ഉരച്ചിൽ ഉരയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാകും. അതാണ് ചൂടായിട്ട് പുറത്തേക്ക് വരുന്നത്. ഫ്രിക്ഷൻ ഫോഴ്സ് കാരണമാണ് ആ ചൂട് വരുന്നത്. ഓക്കെ, 2 പ്രതലങ്ങൾ തമ്മിൽ ഉരക്കുമ്പോൾ. റൈറ്റ് ഡൗൺ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷൻ ഫോഴ്സ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ്: ഹെൽപ്സ് ടു ഹോൾഡ് ഒബ്ജക്ട്സ് ഫേംലി. സാധനങ്ങൾ ഇങ്ങനെ പിടിക്കാനായിട്ട് ഫ്രിക്ഷൻ ഫോഴ്സ് സഹായിക്കും. ഹെൽപ്സ് അസ് ഇൻ വാക്കിംഗ്. നടക്കാൻ സഹായിക്കും. ഹെൽപ്സ് വെഹിക്കിൾസ് ടു മൂവ് വിതൗട്ട് സ്ലിപ്പിംഗ്. വെഹിക്കിൾസിന് നന്നായിട്ട് ഓടാൻ സഹായിക്കും, സ്ലിപ്പാവാതെ ഓടുന്നതിന് വേണ്ടി, ഗ്രിപ്പിൽ പോകാൻ വേണ്ടി. ഹെൽപ്സ് ടു ലിറ്റ് എ മാച്ച് സ്റ്റിക്ക്. ഒരു തീപ്പെട്ടി കത്തിക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ തീപ്പെട്ടി മാത്രമല്ല തീ കത്തിക്കാൻ സഹായിക്കും. ഹെൽപ്സ് ടു കീപ്പ് ഒബ്ജക്ട്സ് സ്റ്റേബിൾ. സാധനങ്ങൾ സ്റ്റേബിളായിട്ട് നിർത്താൻ സഹായിക്കും. ഇത് മാത്രമല്ല ഇനിയും കുറേ ഉപയോഗങ്ങളുണ്ട്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫ്രിക്ഷൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈസ് ഫ്രിക്ഷൻ ഓൾവേസ് ബെനിഫിഷ്യൽ? ഇപ്പോൾ ഫ്രിക്ഷൻ കൊണ്ട് ഉപയോഗങ്ങൾ മാത്രമാണ് എപ്പോഴും ഉണ്ടാവുന്നത്. അനലൈസ് ദ ഗിവൺ സിറ്റുവേഷൻസ് ബിലോ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ നോക്കൂ. ടയർ കുറേ നാൾ ഓടിക്കഴിയുമ്പോഴത്തേക്കും ഈ ടയറിലുള്ള മാർക്സ് ഉണ്ടല്ലോ, എല്ലാ ടയറിലും കുറേ മാർക്സ് ഉണ്ടാവാറുണ്ട് ഇല്ലേ? അതെന്തിനു വേണ്ടി ഇടുന്നതെന്നറിയാവോ? ഈ ടയറിലുള്ള ഡിസൈൻസ് അത് വെറുതെ ഷോയ്ക്ക് വേണ്ടി ഇടുന്നതല്ല. ആ ഡിസൈൻസ് ഇടുന്നത് ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഫുൾ സർക്കിളായിട്ടുള്ള ഈ ടയറിൻ്റെ മാർക്കുകളൊന്നും ഇല്ലാത്ത ഒരു ഡിസൈൻസും ഇല്ലാത്തൊരു ടയറാണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, ഉരസൽ കൂടുതലായിരിക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കുറക്കും, ഉരസൽ കുറയും. അതിനു വേണ്ടിയാണ് ടയറിൽ മാർക്സ് അല്ലെങ്കിൽ ഡിസൈൻസ് ഇട്ടിരിക്കുന്നത്. പിന്നെ മുട്ടിൻ്റെ അവിടെ നമുക്ക് വേദന എടുക്കാറുണ്ട്, മുട്ടിന് തേയ്മാനം സംഭവിച്ചെന്നൊക്കെ പറയാറില്ലേ? മുട്ടുകാലിൻ്റെ അവിടെ, കാൽമുട്ടിൽ വേദന എടുക്കാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും ഇങ്ങനെ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും അവിടെയുള്ള ആ ജോയിൻറ്റിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റാണ് നമുക്ക് ശരിക്കും നീയിലുള്ളത്. അപ്പോൾ ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൻ്റെ ബോള് ആ സോക്കറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഉരസി എന്ത് സംഭവിക്കും? തേയ്മാനം സംഭവിക്കും. ഓക്കെ, ഇനി ഡസ് ഫ്രിക്ഷൻ ഹാവ് എനി ഡിസഡ്വാൻറ്റേജസ്? അപ്പോൾ ഫ്രിക്ഷന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ട്, തീർച്ചയായിട്ടും ഫ്രിക്ഷന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സർഫസ്
സർഫസ് ഇൻ കോണ്ടാക്ട് വെയർസ് ഔട്ട്. ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സർഫസിന് എന്ത് സംഭവിക്കും? അത് തേയ്മാനം സംഭവിക്കും. ഒബ്സ്ട്രക്റ്റ് സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് മെഷീൻ പാർട്സ് ഇങ്ങനെ തേയ്മാനം സംഭവിക്കുമ്പോൾ എന്താണ്? സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻറ്റിന് തടസ്സം നിൽക്കും. എപ്പോഴും ഇങ്ങനെ ഉരസി അവിടെ ചൂടാകും, ഹീറ്റാകും. അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻറ്റിന് തടസ്സം ഉണ്ടാകും. പ്രൊഡ്യൂസ് അൺവാണ്ടഡ് ഹീറ്റ്, ആവശ്യമില്ലാത്ത ഹീറ്റും ഉണ്ടാക്കും ഇവർ ഫ്രിക്ഷൻ കാരണം. സ്ലോസ് ഡൗൺ മോഷൻ എന്ത് ചെയ്യണം? മോഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചലനത്തിന് എന്ത് ചെയ്യിക്കും? സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കും, സ്ലോ ആക്കും. റെഡ്യൂസ് എഫിഷ്യൻസി ഇൻ മെഷീൻസ് ഓർ നോയ്സി മെഷീൻസ്. അപ്പോൾ ഈ കുറേ ഈ നട്ടും ബോൾട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ തേയ്മാനം സംഭവിക്കും. എൻജിൻസിലും മെഷീനറീസിലൊക്കെ തേയ്മാനം സംഭവിക്കുമ്പോഴത്തേക്ക് ഗിയറുകളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ തേയ്മാനം സംഭവിക്കുമ്പോൾ എന്തുണ്ടാകും? നോയ്സ് ഉണ്ടാകാൻ തുടങ്ങും, ശബ്ദം ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ അത് എഫിഷ്യൻസി കുറക്കും. അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം അല്ലെങ്കിൽ അതിൻ്റെ കുറേ സമയം നമ്മളൊരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറയാറുണ്ട്. അല്ലെങ്കിൽ അതിന് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അത്രയും ആദ്യം നമ്മൾ ഉണ്ടാക്കിയിരുന്ന അത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റാതെ വരും. അങ്ങനെ മെഷീനറീസിൽ ശബ്ദം ഉണ്ടാകും ആവശ്യമില്ലാത്ത. അപ്പോൾ ഇതൊക്കെ എല്ലാം ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ്. വേസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഇനി എന്തൊക്കെയാണ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ? ടു അണ്ടർസ്റ്റാൻഡ് ദ വേസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ഡോണ്ട് വി നീഡ് ടു നോ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസസ് ഇറ്റ്. ഇപ്പം ഫ്രിക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തൊക്കെ ഘടകങ്ങളാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. എന്നാൽ മാത്രമേ ഫ്രിക്ഷനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ടേക്ക് എ വുഡൻ ബ്ലോക്ക്, ആൻ ഐസ് ബ്ലോക്ക് ആൻഡ് എ റബ്ബർ പീസ് ഓഫ് ദ സെയിം മാസ്. ഒരേ മാസിൻ്റെ 3 സാധനങ്ങൾ എടുക്കുക. ഒരെണ്ണം ഐസാണ്, ഒരെണ്ണം വുഡൻ ബ്ലോക്കാണ്, ഒരെണ്ണം റബ്ബറാണ്. allow them to slide down an inclined plane. ഒരു ചരിച്ച് വെച്ച ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ ഇതിനെ ഉരസി വിടുക, സ്ലൈഡ് ചെയ്ത് വിടുക. ദ ഏരിയ ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഇൻക്ലൈൻഡ് സർഫസ് ഷുഡ് ബി ഈക്വൽ ഇൻ ഓൾ കേസ്. 3 കേസിലും ഒരേപോലത്തെ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറിയിൽ ഒബ്സർവേഷൻ എഴുതി വെക്കുക. എന്തായിരിക്കും സംഭവിക്കുക? ഡസ് ഇൻ ദ നേച്ചർ ഓഫ് ദ സർഫസ് ഇൻ കോണ്ടാക്ട് ഇൻഫ്ലുവൻസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതിനകത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഏതിലൊക്കെ ആയിരിക്കും കൂടുതൽ, ഏതിലൊക്കെ ആയിരിക്കും കുറവ്? അത് നമുക്കൊന്ന് നോക്കാം. വുഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവുക. കാരണം വുഡിൻ്റെ മാസെല്ലാം സെയിം ആണെങ്കിൽ പോലും ആ മെറ്റീരിയൽ ഇച്ചിരി റഫായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് വുഡിന് ഇച്ചിരി കൂടുതലായിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ്. ഐസ് ഏറ്റവും കുറവായിരിക്കും. ഐസിൻ്റെ സ്മൂത്ത് സർഫസ് ആണ്. റബ്ബർ ഇതിൻ്റെ രണ്ടെണ്ണത്തിന് ഇൻ്റർമീഡിയറ്റ് നിൽക്കും. കാരണം റബ്ബറും ഐസ് പോലെ തന്നെ, പക്ഷേ ഐസിനേക്കാളും കുറച്ച് ഫ്രിക്ഷൻ കുറവായിരിക്കും എന്നേ ഉള്ളൂ. Let's try another experiment given below. Take some water in a glass jar and drop a round stone and a sharp-edged stone of equal mass into the water. ഒരു ഗ്ലാസ് ജാർ എടുക്കുക, അതിനകത്ത് വെള്ളം നിറയ്ക്കുക, ഒരു ഷാർപ്പ് എഡ്ജായിട്ടുള്ള 2 സൈഡും കൂർത്തിരിക്കുന്ന ഒരു കല്ലിടുക. സാധാരണ ഒരു കല്ലിടുക, റെഗുലർ കല്ല്. പക്ഷെ 2 കല്ലിൻ്റെയും മാസ് ഒന്നായിരിക്കണം. വിച്ച് വൺ ഫാൾസ് ഡൗൺ ഫാസ്റ്റ്? ഏതായിരിക്കും ഏറ്റവും ഇച്ചിരി വേഗത്തിൽ താഴെ വരിക? ആ ഷാർപ്പ് എഡ്ജ്ഡ് സ്റ്റോൺ ആയിരിക്കും താഴെ വേഗം എത്തുക. അതെന്തുകൊണ്ടാണ്? ഫ്രം ദിസ് വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഷേപ്പ് ഓഫ് ഒബ്ജക്റ്റ് എഫക്ട്സ് ഫ്രിക്ഷൻ. എന്തുകൊണ്ടായിരിക്കും അത്? അതിൻ്റെ ഷേപ്പ് കൊണ്ടാണ്. ആ കൂർത്തിരിക്കുന്ന ഷേപ്പ് കൊണ്ടാണ് ആ ഒബ്ജക്റ്റ് വേഗം താഴെ എത്തിയത്. അപ്പോൾ ഷേപ്പും ഫ്രിക്ഷനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ നേച്ചർ ഓഫ് സർഫസ്, ഒരു സർഫസിൻ്റെ നേച്ചർ ഫ്രിക്ഷനെ എഫക്റ്റ് ചെയ്യാറുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. റഫ് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ മോർ ആയിരിക്കും. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ ലെസ് ആയിരിക്കും, കുറവായിരിക്കും ഫ്രിക്ഷൻ. വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്, ഭാരം. മോർ വെയിറ്റ് ആണെങ്കിൽ ഫ്രിക്ഷൻ മോർ ആയിരിക്കും. ലെസ് വെയിറ്റ് ആണെങ്കിൽ ഫ്രിക്ഷൻ ലെസ് ആയിരിക്കും. ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്രിപ്പ് ആൻഡ് ടെക്സ്ചർ. ആ മെറ്റീരിയലിൻ്റെ ടൈപ്പ്, ഒരു മെറ്റീരിയലിൻ്റെ ടൈപ്പ്. ഐസ് ആകുമ്പോഴത്തേക്കും ഫ്രിക്ഷൻ കുറവാണ്, അതേസമയം വുഡ് ആകുമ്പോഴത്തേക്കും ഫ്രിക്ഷൻ കൂടുതലാണ്. അപ്പോൾ മെറ്റീരിയൽ അനുസരിച്ചിട്ട് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, ടെക്സ്ചറും അതിൻ്റെ ഗ്രിപ്പും. ഷേപ്പ് ഓഫ് എൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് വെച്ചിട്ട് ഫ്രിക്ഷൻ വ്യത്യാസപ്പെടുത്തിയിരിക്കും. ഇപ്പോൾ സ്ട്രീം ലൈൻ ആണെങ്കിൽ, അതായത് 2 സൈഡും 2 അറ്റവും കൂർത്തിരിക്കുന്ന ഒരു ഷേപ്പാണെങ്കിൽ അത് സ്ട്രീം ലൈൻ ഷേപ്പ് എന്നാണ് പറയുക. അതാണെങ്കിൽ ഫ്രിക്ഷൻ ഇച്ചിരി കുറവായിരിക്കും.
We have seen that friction occurs when our palms are rubbed together. If oil is applied on the hands and rubbed together, they slip quickly. From this, it can be assumed that friction is reduced when oil is applied. അപ്പോൾ രണ്ട് കൈ നമ്മൾ ഉരക്കുമ്പോൾ ആ കൈയുടെ ഉള്ളിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഉരസലിൻ്റെ ഇച്ചിരി സ്മൂത്ത് ആകും. നമുക്ക് അത്രയും ചൂട് വരില്ല. അത് നമുക്ക് നന്നായിട്ട് ഇച്ചിരി സ്ലിപ്പറി ആകും നമ്മുടെ കൈ. ഇപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറയുമെന്ന് മനസ്സിലാക്കാം അല്ലേ? ഇപ്പോൾ സബ്സ്റ്റൻസ് ദാറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ കോൺടാക്റ്റിംഗ് സർഫസ് ആർ ലൂബ്രിക്കൻസ്. സബ്സ്റ്റൻസ് ദാറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ്, നമ്മളെ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന വസ്തുക്കളെയാണ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. ഈ സർഫസ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് കോണ്ടാക്റ്റ്, ഈ രണ്ട് പ്രതലത്തിൻ്റെ നടുവിൽ നമ്മൾ ഈ വസ്തുവിനെ വെച്ച് കൊടുക്കും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫ്രിക്ഷൻ കുറഞ്ഞു വരുന്നത്. ലിസ്റ്റ് ഓഫ് സം എക്സാമ്പിൾസ് ഓഫ് ലൂബ്രിക്കൻസ്. ലൂബ്രിക്കൻസിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഓയിൽ, ഗ്രീസ്, ഗ്രാഫൈറ്റ് പൗഡർ, വാസലിൻ, സിലിക്കൺ സ്പ്രേ, വാട്ടർ, ഇതെല്ലാമാണ് ലൂബ്രിക്കൻസ്. ഗ്രാഫൈറ്റ് ഈസ് എ സോളിഡ് ലൂബ്രിക്കൻറ്റ്. ഇപ്പോൾ ഗ്രാഫൈറ്റ് എന്താണ്? സോളിഡ് ലൂബ്രിക്കൻ്റ് ആണ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ആസ് എ ലൂബ്രിക്കൻറ്റ് ബിറ്റ്വീൻ ദ മെഷീൻ പാർട്സ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. മെഷീൻ പാർട്സിൻ്റെ മെഷീനറീസിൻ്റെ ഉള്ളിൽ വെക്കുന്നതാണ് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞത്. ആ ഗ്രാഫൈറ്റ് പൗഡർ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് നമുക്ക് സോളിഡാണ്. നമുക്ക് മെഷീൻസിൻ്റെ ഉള്ളിലാണ് വെക്കുക. ഹാവ് യു നോട്ടീസ് ബോൾ ബെയറിങ്സ് ലൈക്ക് ദ വൺ ഷോൺ ഇൻ ഫിഗർ ഇൻ കണക്ഷൻ വിത്ത് ദ ടയേഴ്സ് ഇൻ ദ വെഹിക്കിൾസ്. ദീസ് ആർ യൂസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ വിത്ത് ദ ആക്സിൽ. അപ്പോൾ ഈ ടയറിൻ്റെ ഇടയിലും ഒക്കെ നമ്മളിങ്ങനത്തെ ബോൾ ബെയറിങ്സ് കണ്ടിട്ടുണ്ടാകും അല്ലേ? ബോൾ ബെയറിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സർക്കിൾസിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകും? ബോൾസ് ഉണ്ടാകും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും ആ ബോൾസ് ആയിരിക്കും കറങ്ങുന്നത്. ബോൾസ് കറങ്ങുന്നത് കൊണ്ട് ഫ്രിക്ഷൻ ഉണ്ടാവില്ല, ഫ്രിക്ഷൻ കുറവായിരിക്കും. സർഫസ് ഓഫ് കോണ്ടാക്റ്റ് കുറവല്ലേ, അതുകൊണ്ട് ഫ്രിക്ഷൻ കുറവായിരിക്കും. ഇതെന്തിനാണ് യൂസ് ചെയ്യേണ്ടത്? ആക്സിലുള്ള ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ്. ആക്സിൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ദണ്ടുകൾ കൂട്ടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആക്സിൽസ്. ഇൻ മെഷീനറീസിൽ, ഈ വണ്ടികളിലും ഒക്കെ നമ്മൾ ആക്സിൽസ് ഉപയോഗിക്കാറുണ്ട്. വൈ ആർ എയർപ്ലെയിൻസ് ആൻഡ് ബോട്ട്സ് മെയ്ഡ് ഇൻ എ സ്പെഷ്യൽ ഷേപ്പ്? അപ്പോൾ എയ്റോപ്ലെയിൻസും ബോട്ടും എന്താണ് ഒരു സ്പെഷ്യൽ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? അതിൻ്റെ ആൻസർ എന്താണ്? അത് എയ്റോപ്ലെയിൻസ് ആൻഡ് ബോട്ട്സ് ആർ ഇൻ സ്ട്രീം ലൈൻ ഷേപ്പിലാണ് എയ്റോപ്ലെയിൻസും ബോട്ടും ഉള്ളത്. അപ്പോൾ ഈ ഷേപ്പ് എന്ത് ചെയ്യും? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. This method of reducing friction by changing the shape is called streamlining. എയ്റോപ്ലെയിൻ്റെയും ബോട്ടിൻ്റെയൊക്കെ ഷേപ്പ് എന്താണ്? സ്ട്രീംലൈനിങ് ഷേപ്പാണ്. സ്ട്രീംലൈൻ ഷേപ്പ് ഉണ്ടെങ്കിൽ എന്ത് റെഡ്യൂസ് ചെയ്യാം? നമുക്ക് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എയറിൽ കൂടി പോകുമ്പോഴും നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടാവും കേട്ടോ. എയറുമായിട്ട് ഈ എയ്റോപ്ലെയിൻ്റെ ബോഡി കോണ്ടാക്റ്റിൽ വരുമല്ലോ, അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാകും. വിൻഡിൻ്റെയും എയറിൻ്റെയും ഒരു ഫോഴ്സ് ഈ എയർപ്ലെയിനിൽ എക്സേർട്ട് ചെയ്യണ്ടാവും. അപ്പോൾ അവർക്ക് സ്പീഡ് കിട്ടണമെന്നാണെങ്കിൽ ഫ്രിക്ഷൻ കുറക്കണം. ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രീം ലൈൻ ബോഡി ആക്കുന്നത്. അതുപോലെ ബോട്ടുകളിലും ബോട്ടിലൊക്കെ എന്ത് ഷേപ്പാണ്? സ്ട്രീം ലൈൻ ഷേപ്പാണ്. സ്ട്രീം ലൈൻ ഷേപ്പ് ഉണ്ടെങ്കിൽ അതിന് എയറിൽ കൂടെയൊക്കെ പിയേഴ്സ് ചെയ്ത് പോകാൻ പറ്റും. അവർക്ക് ആ ഒരു എയറിൻ്റെ പുള്ള് കുറച്ച് ഫോഴ്സ് കുറക്കാൻ പറ്റും. ആ ഫ്രിക്ഷൻ എയർ പുള്ള് നിന്നുണ്ടാകുന്ന ഫ്രിക്ഷൻ കുറക്കാൻ പറ്റും. ഓക്കെ, വേരിയസ് വേ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂസിങ് ലൂബ്രിക്കൻസ്, യൂസിങ് റോളേഴ്സ് ഓർ ബോൾ ബിയറിങ്സ്. ലൂബ്രിക്കൻസ് ഒഴിക്കുക, റോളേഴ്സ് അല്ലെങ്കിൽ ബോൾ ബിയറിങ്സ് ചെയ്യുക, സ്ട്രീം ലൈനിങ് ചെയ്യുക, പോളിഷിങ് സർഫസ് പോളിഷ് ചെയ്യുക, യൂസിങ് ആൻറ്റി ഫ്രിക്ഷൻ കോട്ടിങ് ചെയ്യുക, യൂസിങ് എയർ കുഷ്യൻസിൻ്റെ ഹോവർക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ പോകുന്ന ബോട്ടുകളാണ്. ഈ ബോട്ടുകളുടെ അടിയിൽ മിക്കതിലും ഇപ്പോൾ എയർ കുഷ്യൻസ് വെക്കുന്നുണ്ട്, അതായത് എയർ അടിച്ച് കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്രിക്ഷൻ കുറക്കും എന്നാണ് പറയുന്നത്. വെള്ളത്തിൽ നിന്ന് നമ്മൾ കരയിലേക്ക് കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ. സാധാരണ നമ്മൾ ബോട്ടുകൾ ഇങ്ങനെ തള്ളിയല്ലേ കയറ്റുക. അപ്പോൾ ഈ എയർ ഉണ്ടെന്നാണെങ്കിൽ ആ ബോട്ടുകൾ അത്രയും ബലം ഫോഴ്സ് കൊടുക്കാതെ തന്നെ നമുക്ക് കരയിലേക്ക് കയറ്റാൻ സാധിക്കും എന്നാണ് പറയുന്നത്. മക്കളെ, ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞു. ഇനി ഒരു എക്സസൈസിൻ്റെ ലെറ്റ്സ് അസസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സസൈസസിൻ്റെ ഒരു പേജ് കൂടി ഉണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അതുവരേക്കും ബൈ.